ഹലോ ഗായ്സ്, ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം, ചെറ്റ്വിൻഡ്. അപ്പം ഇന്ന് ഓഫാണ്, ഇന്ന് ഡ്യൂട്ടിയില്ല. അതുകൊണ്ട് വെറുതെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇതാണ് സ്ഥലം. ചെറിയൊരു സിറ്റിയാണ്, വളരെ ചെറിയൊരു സിറ്റിയാണ്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല. ഇവിടെ മൊത്തം ജനസംഖ്യ 3000 ഉള്ളൂ, അതിനും കൂടുതൽ ആൾക്കാരില്ല. ഈ സിറ്റി മെയിനായിട്ട് ഫോമായി എടുക്കുന്നത് ഈ കാണുന്നത് ഇവിടുത്തെ ഓയിൽ മില്ലുകളാണ്. പിന്നെ ഇവിടെ കുറേ മൈൻസ് ഉണ്ട്. അപ്പോൾ ആ മൈൻസിലും അതേപോലെ തന്നെ ഈ ഓയിൽ മില്ലിലും ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സിറ്റി ഉണ്ടായിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണിത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലേസാണ്. എന്നുവെച്ചാൽ ഇവിടെ ക്രൈം റേറ്റ് ഇല്ല, ഹോംലെസ്സുകളില്ല. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ വർക്കിന് വരാം, തിരിച്ചു പോവാം, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ. പിന്നെ നമുക്ക് ഒരുപാട് വലിയ സിറ്റി അല്ല. ഈ കാനഡ ഒരു 50 കൊല്ലം പുറകോട്ട് പോയി എങ്ങനെ ഇരിക്കും, അത്രയാണ് ഇവിടെ ഡെവലപ്മെൻ്റൊക്കെ വന്നിട്ടുള്ളൂ. അതിനും കൂടുതലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് സ്ഥലം. ഇനി സാധാരണ ഞാൻ ഓഫ് കിട്ടിയ വീട്ടിലേക്ക് പോകാറുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ച് ഇതൊക്കെ കാണാം. ഇവിടെ വണ്ടിയില്ലാത്ത കാരണം നമ്മൾ നടക്കണം. പിന്നെ കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ സിറ്റിയിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ 2 മാസം കഷ്ടി 2-3 മാസം ആവണു. ഇന്നാണ് ആദ്യമായിട്ട് സിറ്റി കാണാൻ ഇറങ്ങണത്. സാധാരണ ഓഫ് കിട്ടിയ അപ്പം തന്നെ നമ്മൾ വണ്ടി എടുത്തിറങ്ങും, ഏതെങ്കിലും റൈഡ് പിടിച്ച് വീട്ടിൽ പോകും. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു ദിവസം ചില്ല് ചെയ്യാം. ഇവിടെ നമുക്ക് ഹോട്ടലിൽ റൂമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ദിവസം ഇവിടെ നിന്ന് 2 എണ്ണമൊക്കെ അടിച്ച് സെറ്റാകാന്നുള്ളൊരു മൈൻഡിൽ ഇന്നിവിടെ നിന്നു. നല്ല ക്ലൈമറ്റാണ്. നല്ല ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് നല്ലതായ കാരണം നമുക്ക് ഇന്നിങ്ങനെ നടക്കാൻ പറ്റി, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ ക്രോസ്. ഇവിടെ ആകെ ഗുഡ്സ് കൊണ്ടുപോകണ ട്രെയിൻ മാത്രമാണ് വരുള്ളൂ, അല്ലാണ്ട് വേറൊരു സാധനങ്ങളും വരില്ല. അതും എപ്പോഴും ഉണ്ടാവില്ല. ഓണത്തിനും വിഷുവിനും ഒക്കെ ഓരോന്ന് വരണ പോലെ വരും, മാത്രമേ ഉള്ളൂ. ഈ സിറ്റി വെച്ചപ്പോൾ വളരെ ചെറിയ സിറ്റി ആയ കാരണം തന്നെ ഇവിടെ ആൾക്കാരും കുറവാണ്. വളരെ ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ജോലി കിട്ടാൻ എളുപ്പമാണ്. ഇവിടെയുള്ളൊരു വിധം എല്ലാ സ്ഥലങ്ങളിലും ഹയറിംഗ് ആണ് ഇപ്പോൾ. ഇതാണ് ഇവിടെയുള്ള മറ്റൊരു ഹോട്ടല്, ലേക്ക് വ്യൂ. എൻ്റെ അറിവ് ശരിയാണെന്ന് ചെയ്യുന്ന ഈ സിറ്റിയിൽ ഒരു എയർപോർട്ടുണ്ട്, കോളേജ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ പോലീസ് സ്റ്റേഷൻ ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോണത്. കൾട്ടർ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം ഇത്ര നല്ല ക്ലൈമറ്റ് കിട്ടുന്നത്. -1 ക്ലൈമറ്റ്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ -25-30 അങ്ങനെ ആയിരിക്കും. പിന്നെ ഇതൊരു മലയായ കാരണം മൊത്തം കുന്നും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നോർമൽ ബാക്കി സ്ഥലങ്ങളെക്കാളും തണവ് കൂടുതലാണ് ഇവിടെ. നമ്മുടെ ഊട്ടിയിലൊക്കെ തണവ് കൂടണ പോലെ തന്നെ, അങ്ങനെ ഹിൽസിൽ തണവ് കൂടണ പോലെ തന്നെ ഇവിടെയും തണവ് കൂടുതലാണ്.
ഇതാണ് ഒരു പ്രോപ്പർട്ടി, ലേക്ക് വ്യൂ. ഇവിടുത്തെ ഒരു വലിയൊരു പ്രോപ്പർട്ടിയാണ് ഹോട്ടൽസ്. ഇത് ഇവിടുത്തെ ഒരു കമ്പനിയാണ്. ടിം ഹോട്ടൽസ്. ഇതാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ ചായക്കട. ഇവിടെ നിന്നാണ് എല്ലാവരും ചായ കുടിക്കുക. കാലത്ത് വൈറ്റിന് പോയില്ലെങ്കിൽ ടിം ഹോട്ടൽസിൽ നിന്നൊരു ചായ. നല്ല സൂര്യൻ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഓ, ഇവിടുത്തെ ഓരോ ട്രക്കുകളാണ്. സൂര്യപ്രകാശത്തിൽ മൊത്തം നല്ല അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ വന്നപ്പോൾ മുതൽ കാണുന്നതാണ് ഇവിടെ ഈ സാധനം ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്താ സംഭവം ഒന്നും അറിയില്ല. ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. क्या कैसे हो? अच्छा हूँ. ഇവിടെ പഞ്ചാബീസ് കുറേ ഉണ്ട്. അവരെയാണ് ഈ ട്രക്കൊക്കെ ഓടിക്കുന്നത്. ഇതൊക്കെ അവരോടിക്കുന്ന ട്രക്കുകളാണ്. അവരെ കുറേ നമുക്കിവിടെ കാണാം. പഞ്ചാബീസിനെ കുറേ നമുക്കിവിടെ കാണാൻ പറ്റും. പോയി ഇവിടെ ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി അറിയണം എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ. പിള്ളക്കാരനേക്കാളും കൂടുതൽ ഹിന്ദിക്കാരാണ് ഇവിടെ. നമ്മ ബാംഗ്ലൂരു എന്നൊക്കെ പറയുന്ന പോലെ നമ്മ ഹിന്ദിക്കാർ. ചെറിയ സിറ്റി കാരണം ഇവിടെ ഒരുപാട് ട്രാഫിക് റൂൾസ് കാര്യങ്ങളുടെ ബോർഡൊന്നുമില്ല. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ നോക്കിയിട്ട് വേണം നടക്കാനായിട്ട്. ഇത്രയടിക്ക് നമ്മൾ ഈ സൈഡിൽ കൂടെ നടക്കാൻ പാടില്ല. അല്ല, സെൻട്രിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിലാണ് നമ്മൾ നടക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക, നടക്കണ്ടേ. Domino's Pizza. തണവ് യമ്മായി ഓനെ സീന്. ഈ മയില് ചിലപ്പോൾ കുത്താൻ ഓടിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വലിയൊരു പ്രശ്നം.
എന്തോ മേലേക്കാണ് ഇത്. നല്ലതായി നോക്കാണ്ട് പോവാ. കാണുമ്പോന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഇത് കുറെ കാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മൂസൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇവിടെയൊക്കെ വല്ല കരടിയൊക്കെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. നമുക്ക് ചെറിയ ചെറിയ കരടിയും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണാം. പിന്നാലെ വരുന്നില്ല. വഴിയുണ്ടെങ്കിൽ നടക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ് ഇവിടെ. ഇവിടെ സാധാരണ ഇങ്ങനത്തെ വണ്ടികളൊന്നും കാണാറില്ല. ഇവിടെ ട്രക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ. നമ്മുടെ നാട്ടിലെ മഹേന്ദ്ര പിക്കപ്പ്, ആ റേഞ്ച് സാധനങ്ങൾ, ട്രക്ക് സാധനങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കാണാം നമുക്ക്. കാരണം മഞ്ഞായ കാരണം ഇതേപോലത്തെ വണ്ടികളൊന്നും ഇവിടെ ആരും ഉപയോഗിക്കില്ല. ട്രക്ക് മാത്രമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. പിന്നെ ഫ്രീക്കന്മാരുണ്ടല്ലോ, ഇവിടുത്തെ ഫ്രീക്കന്മാര്, അവന്മാര് കുറച്ച് പേരൊക്കെ ട്രക്ക് ഉപയോഗിക്കും. കല്ലക്കം ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കല്ലക്കം ക്ലൈമറ്റ്. ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ ആണ്, വീടുകളുള്ള ഏരിയ. പിന്നെ ഒരു ദിവസം പോവാം ഉണ്ട്. അപ്പം എങ്ങനെയെങ്കിലും വീട് പിടിക്കണം. ഇവിടുത്തെ പഴയ പ്രോപ്പർട്ടി ഉണ്ടോ, ഇവിടുത്തെ കാരവാണെന്ന് തോന്നുന്നുണ്ട്. കരവൻ ഇവിടുത്തെ ഒരുവിധം എല്ലാവർക്കും ഒരു കരവൻ ഉണ്ടാവും. ഇവിടെ ഉള്ളവർ കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കരവനൊക്കെ എടുത്ത് ഇവർക്ക് 40 ദിവസം വർക്ക് ചെയ്താൽ 3 ദിവസം, അല്ല 40 ദിവസം അല്ല 40 മണിക്കൂർ വർക്ക് ചെയ്താൽ ഇത്ര മണിക്കൂർ ഇവർക്ക് പെയ്ഡ് ഓഫ് ഉണ്ട്. അത് കാരണം വെക്കേഷൻ ഉണ്ട് ഇവർക്ക്. ഇവരെ വെക്കേഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് സുഖമാണ്. വെക്കേഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് സാലറിയും കിട്ടും, അടിച്ചു പൊളിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇവർ എല്ലാവരും വെക്കേഷൻ എടുക്കും. വെക്കേഷൻ എടുക്കാൻ വേണ്ടി മാത്രം പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇതൊക്കെ ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അത്യാവശ്യം റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടുത്തെ. വീടുകള്, കാര്യങ്ങള്. നൈസ് വീടുകളാ. വീടൊക്കെ എന്തോ അടഞ്ഞു കിടക്കാന്ന് തോന്നുന്നു. കൊറേയൊക്കെ ബാങ്കറപ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ ഒന്നും ആൾ താമസമില്ല. ഇതൊക്കെ